ഓം നമഃ ശിവായ. വടക്കുംനാഥന്റെ അമ്പലത്തിലെ ചരിത്രങ്ങൾ ഐതിഹ്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കുറേ കാര്യങ്ങൾ എത്ര പറഞ്ഞാലും തീരുക അത് വരുന്ന ഒരാൾ. അപ്പോൾ ഇതിൽ വരുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനോ കൂടുതൽ പറയാനോ സാധിക്കില്ല. വർഷങ്ങളെടുത്ത് കുറേയധികം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വർഷങ്ങളെടുത്ത് രഹസ്യങ്ങൾ പലതും പുറമേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്തജനങ്ങളിലേക്ക് അറിവ് പകർന്നു നൽകുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഓരോരോ ഐതിഹ്യങ്ങളും അതുപോലെ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കുറേ നമുക്ക് കാണപ്പെടുന്ന കുറേ സംഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ ശരിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഞാൻ ദേവസ്വം ഓഫീസറെ കണ്ട് സംസാരിച്ചപ്പോൾ മാനേജറെ കണ്ട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് 7 നെയ്യഭിഷേകം ചെയ്യണം. അത് ഭക്തജനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എത്ര കൂടുതലാണോ ചെയ്യുന്നത് അത്രയും കൂടുതൽ ചെയ്യും. അതല്ലെങ്കിൽ 7 എണ്ണമെങ്കിലും ദേവസ്വം ഓഫീസ് ചെയ്യണം. ഇപ്പൊ ആരും ചെയ്യുന്നില്ലാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ അത് ദേവസ്വത്തിന്റെ ചെലവിൽ ചെയ്യണം എന്ന ഒരു കാര്യം അറിയാൻ പറ്റി. അപ്പോൾ ബാക്കിയുള്ള പൂജാ വിധി കാര്യങ്ങൾ, പുഷ്പാഞ്ജലി ആണെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ നോർമലായിട്ട് നടക്കും. ഏതമ്പലത്തിലും ബാക്കി എങ്ങനെയാണോ സാധാരണമായിട്ട് നടക്കാറ് അതുപോലെ നടക്കും. പിന്നെ നമ്മുടെ മറ്റ് അമ്പലങ്ങൾ, മറ്റ് വിഗ്രഹങ്ങളിലേക്കുള്ള പൂജാവിധികൾ, പൂജാകർമ്മങ്ങൾ അതും കൃത്യമായിട്ട് അതുപോലെ നടക്കും. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ടൈമിങ് ആണ്. സമയം കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അമ്പലം തുറക്കുന്നത്, അതേപോലെ അടയ്ക്കുന്നത്, തൃപ്പുകയോട് കൂടിയിട്ട് അടയ്ക്കുന്ന കുറേ സംഭവം, ആ ഒരു ഇതുണ്ടല്ലോ, അതിൻ്റെ ഒരു ടൈമിങ് വളരെ കൃത്യതയോട് കൂടിയിട്ടാണ് ഇവിടെ പാലിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഭക്തർ ഒരു 10 ആളും കൂടെ എക്സ്ട്രാ കയറാണ്ട് സമ്മതിക്കൂലട്ടാ. ആ 10 ആൾ കയറാനുണ്ടെങ്കിൽ അവർ നാളെ വന്നോളൂ. ഇന്ന് കഴിഞ്ഞു.